കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു ലവ് സ്റ്റോറിയാ. പറഞ്ഞപ്പോ തന്നെ എന്താ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഒരു പെണ്ണ് കാണൽക്കം ഉറപ്പിക്കലിന്റെ കണ്ടാലോ? വന്നവർക്കും കണ്ടവർക്കും ഒക്കെ ഡൗട്ടായിരുന്നു ഇത് ഉറപ്പിക്കലാണോ പെണ്ണ് കാണലാണോ എന്നൊക്കെ. ചെക്കന്റെയും പെണ്ണിന്റെയും വീട്, അതായത് എന്റെയും ജോജുന്റെയും വീട് കേരളത്തിന്റെ രണ്ടറ്റത്തായതുകൊണ്ട് രണ്ടു വട്ടം ട്രാവൽ ചെയ്യലൊന്നും നടക്കില്ല. അതുകൊണ്ട് എല്ലാം കൂടി ഒറ്റ വരവണങ്ങ് നടത്തി. സത്യം പറഞ്ഞ കല്യാണമൊക്കെ ഞങ്ങൾ നേരത്തെ ഉറപ്പിച്ചതാണ്. അതായത് ഞാനും ജോജു നേരത്തെ ഉറപ്പിച്ചതാണ്. പേരന്റ്സ് അതിനെ സപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോ ഒഫീഷ്യലായിട്ട് നാട്ടുകാരെയും വീട്ടുകാരെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് പ്ലാൻ ചെയ്തതും വീട്ടുകാരല്ല, ഞങ്ങൾ തന്നെയാണ് ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷെ ഈ പ്ലാൻ ചെയ്യുമ്പോഴും ഫിക്സ് ചെയ്യുമ്പോഴൊന്നും ഇല്ലാഞ്ഞൊരു എക്സൈറ്റ്മെന്റ് കറക്റ്റ് തലേന്ന് എനിക്ക് വന്നു. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഏകദേശം 4 വർഷം ആവാനായ റിലേഷൻഷിപ്പാണ്. പക്ഷെ എന്തോ അന്ന് എനിക്കൊരു വയറ്റിൽ വെപ്രാളോ ബട്ടർഫ്ലൈ എഫക്റ്റോ അങ്ങനെ എന്തൊക്കെയോ തോന്നി. രാത്രി 1-2 മണി വരെ വീട്ടിൽ നല്ല ജോലി ഉണ്ടായിരുന്നു. എല്ലാം ഒതുക്കി പറക്കണ്ടേ. അത് എനിക്ക് രാവിലെ 6 മണിയായപ്പോ എണീക്കുകയും ചെയ്തു. എണീറ്റ് കിച്ചണിൽ അമ്മേനെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യാം. അവർ കുറെ ദൂരം ട്രാവൽ ചെയ്ത് വരേണ്ടതല്ലേ. ട്രാഫിക്കിൽ പെട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറെ ഫ്രീ ടൈം കിട്ടി. ഈ ഒരു ഉറപ്പിക്കൽ ഡേയിൽ തന്നെ എനിക്ക് കുറെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ കിട്ടി. 21-ാം നൂറ്റാണ്ടിലേക്ക് ഇനിയും വണ്ടി കിട്ടാത്ത കുറെ ആൾക്കാരുടെ കഥകൾ എനിക്ക് നെക്സ്റ്റ് വീഡിയോസിൽ പറയാനുണ്ട്. അപ്പോ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു സൂൺ ആസ് ഓൾവേസ്. ബൈ. ഉറപ്പിക്കൽ ഡേയിൽ നടന്ന കുറെ ഡ്രാമകളെ പറ്റി എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയണം എന്നുണ്ട്. അതിന്റെ ഒരു സീരീസ് തന്നെ മേ ബി ഉണ്ടാവും. അത് പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. കുറച്ച് ആൾക്കാർക്കെങ്കിലും എനിക്കൊരു തട്ട് കൊടുക്കണം.